Hi everyone, this is Jabin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ അടിപൊളിയായ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും എല്ലാ കാര്യം അറിഞ്ഞെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് 1 സെക്കൻഡ് മതി. ഈ ഒരു കൊല്ലം നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഹിറ്റ് ചെയ്യേണ്ടത്. സോ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അടിപൊളിയായ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ജെബിൻ സേവിയ. Welcome back to Evika. ഏറ്റവും ആദ്യം അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ വാച്ചിനും മാക്കിനും ഐപാഡിനും എല്ലാത്തിനും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും ആൻഡ് സേഫ്റ്റി ഇമ്പ്രൂവ്മെൻറ്റ്സും പെർഫോമൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് പേഴ്സണലി എനിക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെയാണ് ആ ഒരു അപ്ഡേറ്റിൻ്റെ ഫീഡ്ബാക്ക് എന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ആപ്പിൾ പറഞ്ഞത് അവരുടെ പുതിയ സിറി ഇല്ലേ, അതായത് ഗൂഗിൾ ജെമിനിയൊക്കെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പുതിയ സിറി വരാൻ പോകുന്നത് 2026 അങ്ങനെ നമുക്ക് കുറേ പെട്ട പ്രൊഡിക്ഷൻ ആയിരുന്നു. 2026 വരാൻ പോകുന്ന iOS 26.4 സിറി വരാൻ പോകുന്നതെന്ന് എല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ എൻ്റെ ന്യൂസ് ചാനൽ പറഞ്ഞു. പക്ഷേ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് iOS 26.4 ആ ഒരു മേജർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫുൾ ഓവർഹോൾ ഉണ്ടാവില്ല. അതിന് മുന്നേ iOS 26.5 തൊട്ടായിരിക്കും ഒരു മേജർ ചേഞ്ചും iOS 27 ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിറിയുടെ ഫുൾ ചേഞ്ചും കാണാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. കാരണം അതിൽ ഇപ്പോഴും കുറേയധികം കാര്യങ്ങൾ ഇന്ത്യനിൽ ഡിലേ ആവുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ആപ്പിൾ ബിൽഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അത് വർക്ക് ആവുന്നില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോഴും ആപ്പിളിൻ്റെ AI എന്ന് പറഞ്ഞ ഫീൽഡിൽ കുറേയധികം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സോ അത് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ iOS 26.4ൻ്റെ ബേറ്റ എന്തായാലും ഈ ഒരു വീക്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വരാൻ പോകുന്ന ചേഞ്ചസും നമ്മുടെ ചാനൽ എന്തായാലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതോടൊപ്പം കഴിഞ്ഞ ന്യൂസിൽ ഞാൻ പറഞ്ഞായിരുന്നു ആപ്പിളിൻ്റെ പുതിയ എയർപോഡ്സ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഒരു എയർപോഡ്സിൽ ക്യാമറ സിസ്റ്റം കൂടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞേക്കുന്ന റിപ്പോർട്ട്. കാരണം ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ആപ്പിളിൻ്റെ AR/VR ഗ്ലാസ്സസ് ഇല്ലേ, നമ്മുടെ കണ്ണാടി പോലെ ഇരിക്കുന്ന മെറ്റയുടെ ഒക്കെ ഗ്ലാസ്സസ് ഇല്ലേ, അതേപോലത്തെ സംഭവം ആപ്പിൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ണാടിയിലെ ക്യാമറയും സൈഡിൽ എയർപോഡ്സും വെച്ച് ആ എയർപോഡ്സിൽ കൂടെയുള്ള ക്യാമറ വരുമ്പോൾ ഇമ്മേഴ്സീവ് 360 ആംഗിൾ കിട്ടും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ആ 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലാണ് ഈ ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനും വീഡിയോഗ്രാഫി ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റിന് ലഭിക്കുക. സെൻസേഴ്സും ക്യാമറാസ് എല്ലാം ഓൾ അറൗണ്ട് ആയിട്ട് നമ്മുടെ ഒരു ആളുടെ തലയുടെ ചുറ്റിനും വരുമ്പോൾ കുറച്ചുകൂടെ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു ന്യൂസ്, നമ്മുടെ ജോണി ഐവിന് ഓർമ്മയുണ്ടോ? അതായത് ആപ്പിളിൻ്റെ ഒക്കെ വൺ ഓഫ് ദ കോർ ഡിസൈൻ ആയിരുന്നു ജോണി ഐവ് എന്ന് പറയുന്നത്. iPhone 10 ആയിക്കോട്ടെ, എയർപോഡ്സ് ആയിക്കോട്ടെ, ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ഇതെല്ലാം ഡിസൈൻ ചെയ്ത വ്യക്തി ഫെറാറിയുടെ പുതിയ EV കാറിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ഒരു മിനിമൽ ആപ്പിളിഷ് ലുക്കാണ് ആ ഒരു കാറിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. മേ ബി ആപ്പിൾ കാറിലും സെയിം ഈ ഒരു ലുക്കും ബാക്കി കാരണമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ആപ്പിൾ കാർപ്ലേ അൾട്രയൊക്കെ വന്നു. ഇനി വരുന്ന ഫ്യൂച്ചറിൽ ആപ്പിൾ കാറ് വരുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മേ ബി അത് ട്രൂ ആയിരിക്കാം. കാരണം ആപ്പിൾ ആ ഒരു ഇൻഡസ്ട്രിയിലും കൂടെ കാല് വെക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ആപ്പിൾ ഇപ്പോൾ നമ്മുടെ ഹോം സെക്യൂരിറ്റിയും ഹോം ഹബ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കൈവെക്കുന്നുണ്ട്. പുതിയ ഹോം പോഡ് മിനിയും അതോടൊപ്പം ഹോം പാഡും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹോം സെക്യൂരിറ്റി ആക്സസറീസും കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ കാറ്റഗറീസിലേക്ക് ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റം വൈഡനാക്കാൻ വേണ്ടി നല്ല രീതിക്ക് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണോ, അല്ലെങ്കിൽ ആമസോൺ മ്യൂസിക് ആണോ, യൂട്യൂബ് ആണോ, സ്പോട്ടിഫൈ ആണോ? കാരണം ഈ ലാസ്റ്റ് പറഞ്ഞ 3 ആമസോൺ മ്യൂസിക്, യൂട്യൂബ്, സ്പോട്ടിഫൈ, ഇതിൽ 3 AI ഇൻ്റഗ്രേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ബേറ്റ് ആയിട്ടും റൺ ചെയ്യുന്നുണ്ട്. അതേ സെയിം ഫീച്ചർ ആപ്പിൾ മ്യൂസിക്കിലേക്കും ഇപ്പോൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2025 കഴിഞ്ഞ 2025 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് സെലക്ട് ചെയ്ത് F1 ആയിരുന്നു, ബ്രാഡ് പിറ്റിൻ്റെ. അതിൽ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ചെയ്തത് ആപ്പിളായിരുന്നു. ആപ്പിളിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്.
ആ ഒരു മൂവിയുടെ വീക്കിൽ വരുന്ന ഒഫീഷ്യലി BBC ന്യൂസിൽ അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കൺഫേംഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആപ്പിൾ ഈ ഒരു സീക്വൽ മൂവിൽ അല്ലെങ്കിൽ F1 എന്ന് പറഞ്ഞ മൂവിയിലും ആപ്പിൾ വലിയൊരു മെജോറിറ്റി പങ്കും കൂടെ വഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല പല കാറ്റഗറിയിലേക്ക് ആപ്പിൾ അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാനുള്ള നല്ല രീതിക്കുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്യുന്നതിൻ്റെ പല ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഓരോ സിനിമയും അതേപ്പം വീടിനുണ്ടാകുന്ന സെക്യൂരിറ്റി ക്യാമറാസും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 6th സ്റ്റോർ ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഒരു മാസം, അതായത് February 26, 2024 ആ ലോഞ്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. മുംബൈയിലാണ് ആ ഒരു സ്റ്റോറും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളൊരു പുതിയ ആപ്ലിക്കേഷനും ലോഞ്ച് ആവുന്നുണ്ട്. സെയിൽസ് കോച്ച് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു നോർമൽ യൂസർ ആയിട്ടുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർക്കല്ല ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. അതിന് പകരം സെയിൽസും അതോടൊപ്പം ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഒക്കെ നടത്തുന്ന ആൾക്കാരില്ലേ, അവർക്കാണ് ഈ ഒരു സെയിൽസ് കോച്ച് കൊണ്ട് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഉപകാരപ്പെടുക. നേരത്തെ സീഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആപ്പിൾ ഓൾറെഡി ഇംബിൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിലും ബെറ്ററും ഇമേഴ്സീവ് ആയ ഒരു എക്സ്പീരിയൻസ് തരാനും അതോടൊപ്പം കുറേയധികം സെയിൽസിന് വേണ്ടിയുള്ള കോച്ചിങ്ങും ബാക്കി കാര്യങ്ങളും സെയിൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺടർപ്രണേഴ്സിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസിൽ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയ സൈനിങ് ഫ്രം എവിക.